ടേസ്റ്റുള്ള ഭക്ഷണം എനിക്ക് വേണ്ട. ഏറ്റവും ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഓടി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് ഭവനങ്ങളിൽ ഭക്ഷണം തന്നെ വയ്ക്കുന്ന പതിവ് തന്നെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വാക്ക് ആരാണ് പറഞ്ഞത് എന്ന് അറിയുന്നത് നല്ലതായിരിക്കും. ഇത് പറഞ്ഞത് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയാണ്. അതിനൊരു കാരണമുണ്ട്. വിശുദ്ധ അമ്മ ത്രേസ്യ രോഗിയായിരിക്കുന്ന സമയത്ത് കഴിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകാമെന്ന് കരുതി ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം തന്നെ പാകം ചെയ്ത് അമ്മ ത്രേസ്യയുടെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ കടന്നുപോയി. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ ത്രേസ്യ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കാമെന്ന് കരുതി മുറിയിലേക്ക് വന്നപ്പോൾ ആ ഭക്ഷണം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കൊടുത്ത സഹോദരി അമ്മ ത്രേസ്യയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും നല്ല ഭക്ഷണം കൊടുത്തിട്ട് പോലും നിങ്ങൾ കഴിക്കാത്തത്? അങ്ങനെ മനസ്സിൽ അമ്മ ത്രേസ്യയെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകളോടുകൂടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരുപക്ഷെ ഭക്ഷണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം, പല കാരണങ്ങൾ. പക്ഷേ അമ്മ ത്രേസ്യ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ ടേസ്റ്റുള്ള ഭക്ഷണം എനിക്ക് വേണ്ട. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അമ്മ ത്രേസ്യ അങ്ങനെ പറയുവാൻ കാരണം ഈ ഭക്ഷണത്തിന് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ദൈവത്തിന് വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാറ്റിവെക്കുവാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് പ്രിയപ്പെട്ടത് എന്ന് കരുതി നാം നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന പലതും ദൈവത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കുവാൻ വേണ്ടി പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുവാൻ, നമ്മുടെ കഴിവുകൾ വിനിയോഗിക്കുവാൻ, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. കാരണം നാം സ്നേഹിക്കുന്നത് ദൈവത്തെക്കാൾ ഉപരി നമ്മെ തന്നെയാണ്. വിശുദ്ധരെല്ലാം സ്നേഹിച്ചത് അവരെക്കാൾ ഉപരി ദൈവത്തെയാണ്. അതുകൊണ്ട് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ഉപേക്ഷകൾ നടത്തുവാൻ അവർക്ക് സാധിച്ചിരുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നാം പരിശോധിച്ച് നോക്കുക, ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന സ്ഥാനം എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും പ്രിയങ്കരമായതൊക്കെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ വിലപിടിപ്പുള്ള നിധികളായിട്ട് മാറുകയാണ്. അത് ദൈവത്തിൻ്റെ ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റായിട്ട് മാറുകയാണ്. ആ ഡെപ്പോസിറ്റ് നിനക്ക് ജാമ്യം നിന്ന് അനുഗ്രഹങ്ങൾ തന്നെയാണ് നിൻ്റെ ജീവിതത്തിൽ വാങ്ങി തരുന്നത്. ആത്മീയമായ നവീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് ചിന്തിക്കാം, ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതുമൊക്കെ ദൈവത്തിന് വേണ്ടി ഒന്ന് പയ്യെ മെല്ലെ മാറ്റിവെക്കുവാനുള്ള ചില തീരുമാനങ്ങൾ ദൈവമേ എനിക്ക് നൽകണമേ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇഷ്ടപ്പെട്ടത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായി നീ മാറും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് മാറുമ്പോൾ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് നൽകപ്പെടുമെന്നുള്ള വചനം നമ്മെക്കുറിച്ച്, നിന്നെക്കുറിച്ച് യാഥാർത്ഥ്യമായിട്ട് മാറും. ആഗ്രഹിക്കുന്നതൊക്കെയും ഉള്ളം കയ്യിൽ ദൈവം അങ്ങനെ വെച്ചു തരുന്ന നാളുകൾ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടതെല്ലാം ദൈവത്തിന് വേണ്ടി മെല്ലെ ഉപേക്ഷിക്കുവാനുള്ള ചില തീരുമാനങ്ങൾ എടുക്കുക.